നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ പള്ളിയിലെ കല്ലറയിൽ സംശയാസ്പദമായ രീതിയിൽ പായൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലറയിൽ ഇറങ്ങി മൃതദേഹങ്ങൾ പുറത്തെടുത്ത വ്യക്തി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കോഴിക്കോട് സ്വദേശി മഠത്തിൽ അബ്ദുൾ അസീസാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കോഴിക്കോട് സ്വദേശി മഠത്തിൽ അബ്ദുൾ അസീസ് എന്താണ് പറയുന്നത് നോക്കാം. കല്ലറയിൽ 2 മൃതദേഹങ്ങളാണ് താൻ കണ്ടത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പായൽ പൊതിഞ്ഞ രീതിയിൽ കാണപ്പെട്ടു സ്ത്രീയുടെ മൃതദേഹം, അതാണ് ആദ്യം പുറത്തെടുത്തത്. വെള്ളത്തുണിയിലായിരുന്നു ഈ സ്ത്രീയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. അതിന് മുകളിൽ പട്ടുണ്ടായിരുന്നു. എല്ലാ തുണികളും പരിശോധിക്കുകയുണ്ടായി. തലയോട്ടിയും 6 പല്ലുകളും കിട്ടിയെന്നാണ് ഈ കല്ലറയിൽ ഇറങ്ങിയ വ്യക്തി പറയുന്നത്. ഇടത്തെ കൈയിൻ്റെ മുട്ടിൻ്റെ മുകളിലെ എല്ലും വലത്തെ കാലിൻ്റെ അരയുടെ താഴെയുള്ള എല്ലും കിട്ടി. ബാക്കി ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും നശിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നാണ് കല്ലറയിൽ ഇറങ്ങിയ അബ്ദുൾ അസീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കൊന്തയും മാലയും കൂടി ഈ മൃതദേഹത്തിൽ നിന്നും കിട്ടി. ഇതെല്ലാം പരിശോധനയ്ക്കായി ശേഖരിച്ചുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. പായയിൽ പൊതിഞ്ഞ രീതിയിലാണ് മൃതദേഹം എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ മൃതദേഹം പെട്ടിയിൽ വച്ച ശേഷം പായ മടക്കി അതിൻ്റെ മുകളിൽ വെച്ചതാണ്. മൃതദേഹം പായയിൽ പൊതിഞ്ഞിട്ടില്ലായിരുന്നു. കല്ലറയുടെ അടിഭാഗം പരിശോധിച്ചെങ്കിലും വേറെ ഒന്നും കാണാൻ സാധിച്ചില്ല. അടിഭാഗം കോൺക്രീറ്റ് ഇട്ട നിലയിലാണെന്നും അബ്ദുൾ അസീസ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കും. ഇനി രണ്ടാമത്തെ മൃതദേഹത്തെ സംബന്ധിച്ചും അബ്ദുൾ അസീസ് പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അതൊരു പുരുഷന്റെ മൃതദേഹമായിരുന്നു. വെള്ള തുണിക്കുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത്. എല്ലാ എല്ലുകളും പല്ലുകളും ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഷീറ്റ് ആയതിനാലാണ് അസ്ഥികൾക്ക് കേടുപാടുകൾ ഇല്ലാതിരുന്നത്. കൂടുതൽ പരിശോധനയ്ക്കായി ശരീരഭാഗങ്ങൾ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചുവെന്നും അബ്ദുൾ അസീസ് പ്രതികരിച്ചു. അബ്ദുൾ അസീസ് ഉൾപ്പെടെ 6 പേരാണ് കോഴിക്കോട് നിന്ന് മൃതദേഹം എടുക്കുന്നതിനായി വന്നത്. കോഴിക്കോട് സരോവരത്ത് കണ്ടെത്തിയ യുവാവിന്റെ മൃതദേഹം എടുത്തതുൾപ്പെടെ നിരവധി മൃതദേഹങ്ങൾ എടുത്തത് അസീസിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്നലെ രാവിലെ 10:30 കല്ലറ തുറന്ന് പരിശോധന നടത്തിയത്. തഹസിൽദാർ, പോലീസ് അഡീഷണൽ സൂപ്രണ്ട്, ഫോറൻസിക് സംഘം തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. എങ്കിലും DNA പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 13-ന് മൃതദേഹം സംസ്കരിക്കുന്നതിനായി 38-ാം നമ്പർ കല്ലറ തുറന്നപ്പോഴാണ് 2 മൃതദേഹങ്ങൾ കണ്ടത്. അന്ന് തുടങ്ങിയ വലിയൊരു ദുരൂഹത, ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത നിഗൂഢതകൾ എല്ലാത്തിനും കഴിഞ്ഞ ദിവസം വിരാമമായിരിക്കുന്നു. ഒരു മൃതദേഹം പായൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ സംശയം ഉയരാൻ കാരണം ക്രിസ്ത്യൻ ആചാരപ്രകാരം പായൽ പൊതിഞ്ഞ മൃതദേഹം അടക്കാറില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പായൽ പൊതിഞ്ഞ മൃതദേഹം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ഉയർന്നതും അത് വലിയ ആശങ്കയായി പൊട്ടിപ്പുറപ്പെട്ടതും ഒരു ദുരൂഹതയുണ്ടെന്ന തരത്തിൽ. പ്രത്യേകിച്ച് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുകയും മറ്റൊരു വ്യക്തി അത് വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക, അങ്ങനെ കേരളം മുഴുവൻ ഈ വാർത്ത പരന്നത്. തുടർന്ന് കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന നിലപാടിലായിരുന്നു ഇടവക വികാരിയും പള്ളി കമ്മിറ്റിക്കാരും. ആ ഒരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നു. തെല്ലും മാറിയില്ല. ആദ്യമൊക്കെ അസ്വാഭാവികതയില്ല, ദുരൂഹതയില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയെങ്കിലും ഇടവക വികാരിയും പള്ളി കമ്മിറ്റിക്കാരും അത് തുറന്ന് പരിശോധിക്കണം, ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നതടക്കമുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. 2006-ൽ മറിയം മൊയ്യപ്പള്ളി, 2015-ൽ ജെയിംസ് കൂമ്പുക്കൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ് അവിടെ അടക്കിയത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം 2 മൃതദേഹങ്ങളും പെട്ടിയിലാണ് അടക്കിയത്. മറിയത്തെ അടക്കിയ പെട്ടി നശിച്ചതോടെയാണ് പെട്ടിയിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പുറത്തു വന്നത്. ഇതാണ് സംശയങ്ങളിലേക്ക് നയിച്ചത്. ജെയിംസിന്റെ മൃതദേഹം അടക്കുന്നതിന് മുമ്പ് ശരിയായ രീതിയിൽ അറക്കപ്പൊടിയും മണലും ഇട്ട് കുഴി മൂടിയില്ലെന്നും അതാണ് 2 മൃതദേഹങ്ങളും പുറത്തു വന്നതെന്നുമാണ് നിലവിലെ നിഗമനം. സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ച് ഇതോടെ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. കല്ലറ തുറക്കാനായി RDOയുടെ അനുമതി തേടും. SP-യുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷമായിരിക്കും തുടർ കാര്യങ്ങൾ തീരുമാനിക്കുക. കാണാതായ നാദാപുരം വിലങ്ങാട് സ്വദേശിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയതോടെയാണ് പോലീസ് ദുരൂഹതയിലെന്ന് പറഞ്ഞ പ്രശ്നം കൂടുതൽ സങ്കീർണമായത്. മാത്രമല്ല, ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു വിവാദമൊക്കെ കത്തി പടർന്നു നിൽക്കുന്നതിനിടയിൽ കുഴിയിലടക്കം ചെയ്ത ആളുകളുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു. ആചാരപ്രകാരമാണ് അടക്കിയതെന്ന് ഇവരും വ്യക്തമാക്കി. കുഴിയിൽ 3ാമതൊരു മൃതദേഹം കൂടിയുണ്ടോ എന്ന് പള്ളി വികാരി സംശയം പ്രകടിപ്പിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും എല്ലാ സംശയങ്ങൾക്കും ഉത്തരമായിരിക്കുകയാണ്. പള്ളിയുടെ 38-ാം നമ്പർ കല്ലറയിൽ 2015-ൽ സംസ്കരിച്ചത് ജെയിംസ് കൂമ്പുക്കലിന്റെ മൃതദേഹമാണ്. ക്രിസ്ത്യൻ ആചാരപ്രകാരം പെട്ടിയിൽ അടക്കിയതാണ്. ശനിയാഴ്ച ജെയിംസിന്റെ ഭാര്യയെ സെമിത്തേരിയിൽ എത്തിച്ചിരുന്നു. പോലീസ് കല്ലറ തിരിച്ചറിഞ്ഞു. ഭാര്യ കാണിച്ചതനുസരിച്ച്
അനുസരിച്ച് ഇതേ കല്ലറയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ജെയിംസിന്റെ സഹോദരങ്ങൾ രംഗത്തെത്തി. ഇതോടെ പ്രശ്നം വീണ്ടും സങ്കീർണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം പായയിൽ കെട്ടി അടയ്ക്കതാകാമെന്ന പോലീസിന്റെ കണ്ടെത്തലിനെ തുടർന്ന് ബന്ധുക്കൾ ഈ ഒരു ആരോപണം അതിനെ നിഷേധിച്ചു. ജെയിംസിന്റെ സഹോദരിമാരായ മിനിയുടെ ഭർത്താവ് തങ്കച്ചൻ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് പള്ളിയിലെത്തി വികാരിയെ കണ്ടത്. മരിച്ച ജെയിംസ് 3 വർഷത്തോളമായി ഭാര്യയുമായി പിണങ്ങി സഹോദരി മേരിക്കൊപ്പമാണ് താമസിച്ചത്. അസുഖബാധിതനായ ജെയിംസ് രക്തം ഛർദ്ദിച്ചാണ് മരിച്ചത്. തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരത്തിനായി പള്ളിയിലെത്തിച്ചു. 38 നമ്പർ കല്ലറയിൽ അറക്കപ്പൊടി മണലിൽ നിരത്തി വെള്ളത്തുണി വിരിച്ച് സംസ്കരിച്ചു. മൃതദേഹം പള്ളിയിലെത്തിച്ച് ഏറെ നേരം കഴിഞ്ഞാണ് ഭാര്യ സംസ്കാരത്തിനെത്തിയത്. അതിനാൽ സംസ്കാരത്തെക്കുറിച്ച് ഇവർക്ക് അറിവുണ്ടാകണമെന്നില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത്. 6 അടിയിലധികം ഉയരമുള്ള ആളായിരുന്നു ജെയിംസ്. പായയിൽ കാണുന്ന മൃതദേഹത്തിന് അത്രയും നീളം തോന്നിക്കുന്നില്ല എന്നായിരുന്നു ബന്ധുക്കൾ വികാരിയോട് പറഞ്ഞത്. മറ്റൊരു സംശയവുമായി ഈ സാഹചര്യത്തിൽ രംഗത്ത് വന്നത് കുറച്ച് നാളുകൾ, അത് 2014 കാണാതായ സിജോയുടെ ബന്ധുക്കൾ കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വിലങ്ങാട് വാളൂക്കിന് സമീപം ഇന്ദിരാനഗർ സ്വദേശി ആലപ്പാട്ട് സ്കറിയയുടെ മകൻ സിജോയുടെ മൃതദേഹം എന്ന സംശയം മറുവശത്ത് ഉയർന്നു. അതായത് വാണിയമ്പാറയിലാണ് സിജോയുടെ ഭാര്യയുടെ വീട്. 2014 സിജോയെ കാണാതായത്. സിജോ വിവാഹം കഴിച്ചത് വാണിയമ്പാറയിൽ. കടയിൽ പോയി വരാമെന്ന് പറഞ്ഞു പോയ സിജോ തിരിച്ചെത്തിയില്ലെന്നാണ് 2021 ഭാര്യ നിഖില മൊഴി നൽകിയത്. സിജോയെ തേടി വാളൂക്കിലെത്തിയപ്പോഴാണ് അവിടെ ഇല്ലെന്ന കാര്യം അറിയുന്നത്. സിജോയുടെ തിരോധാനം സംബന്ധിച്ച് ബന്ധുക്കൾ 7 വർഷം കഴിഞ്ഞാണ് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയത്. അപ്പോൾ സിജോ എവിടെ എന്ന ചോദ്യമൊക്കെ ഇതുവരെ സിജോയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വാണിയമ്പാറയിൽ നിന്ന് തന്നെ അജ്ഞാത മൃതദേഹം എന്ന രീതിയിൽ, പായയിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത പരക്കുന്നത്. സ്വാഭാവികമായിട്ട് കുടുംബത്തിനും ഒരു സംശയം തോന്നും. അത്തരത്തിലൊരു സംശയം ഉന്നയിച്ച് ബന്ധുക്കൾ രംഗത്ത് വരികയായിരുന്നു. എന്തായാലും ഇത് സിജോ അല്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. സിജോയുടെ കാണാതായപ്പോൾ സിജോയുടെ അമ്മ ത്രേസ്യാമ്മയുടെ പരാതിയിൽ കുറ്റ്യാടി പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ സിജോയെ കണ്ടെത്താൻ സാധിച്ചില്ല. അന്വേഷണ പുരോഗതിയൊന്നും ഇല്ലാതിരിക്കുന്നതിനിടയിലാണ് കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ വസ്തു കണ്ടെത്തിയത്. അപ്പോൾ അത്തരത്തിലേക്ക് സംശയങ്ങൾ നീളുകയായിരുന്നു. എന്തായാലും എല്ലാ ദുരൂഹതകൾക്കും ഒരു വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പരിശോധന ഏറ്റവും നിർണായകമായി മാറി. DNA പരിശോധന ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന ആവശ്യത്തിൽ പള്ളി അധികൃതർ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്തായാലും ഒരു നാടിനെ മുഴുവൻ, പ്രത്യേകിച്ച് ഒരു നാടിനെ എന്നതിലുപരി കേരളത്തെ മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യമുനയിൽ നിർത്തിയ ആ പായയിൽ പൊതിഞ്ഞ മൃതദേഹം ആ ഒരു വിവാദത്തിന് ഒരു അന്തിമം കുറിച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ അതിൽ ദുരൂഹതയില്ല എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായിരിക്കുന്നു. അവരത് നാട്ടുകാരോട് വ്യക്തമാക്കി.